بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أما بعد. പ്രിയരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. അള്ളാഹു എല്ലാവരെയും സുഖത്തിലും സന്തോഷത്തിലുമാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്നത്തെ വീഡിയോ 171. നാസിയാത്ത് സൂറത്തിലെ 36-ാമത്തെ ആയത്ത് മുതൽക്കാണ് ഇതിലെടുക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വബുരിസത്തിൽ ജഹീമു ലിമൻ യറാ ഫഅമ്മാ മൻ തഗാ വആസറൽ ഹയാത്തദ് ദുനിയാ ഫഇന്നൽ ജഹീമ ഹിയൽ മഅ്വാ فأما من خاف مقام ربه ونهى النفس عن الهوى فإن الجنة هي المأوى. 36 മുതൽ 41 വരെ ആയത്തുകളാണ് ഞാൻ ഓതി വെച്ചത്. എല്ലാം വളരെ ചെറിയ ആയത്തുകളാണ്. ഇതിന്റെ ആശയം അർത്ഥവും പറയാം. വബുരിസത്തിൽ ജഹീമു. നമ്മൾ 35-ാമത്തെ ആയത്ത് മുതൽ കഴിഞ്ഞ വഴിയിലെടുത്ത യൗമ യതദക്കറുൽ ഇൻസാനു മാ സഅ, മനുഷ്യൻ ചെയ്തതെല്ലാം ഓർക്കുന്ന ദിവസമാണ് എന്ന് പറഞ്ഞു. മഹ്ശറ എന്ന് പറഞ്ഞാൽ അത് ആ ദിവസത്തെ സംബന്ധിച്ചാണ്. അതെല്ലാം മഹ്ശറയിലാണ്. ചെയ്തു വെച്ച കർമ്മരേഖകള്, നമ്മൾ ചെയ്തു വെച്ച തെറ്റുകളും കുറ്റങ്ങളും ഇതൊക്കെ നല്ല കാര്യമായാലും മോശമായ കാര്യമാണെങ്കിലും എല്ലാം റെക്കോർഡാക്കി കർമ്മരേഖ കയ്യിൽ കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എവിടെ? 35-ാമത്തെ ആയത്തിൽ. അതിനെ സംബന്ധിച്ചൊക്കെ അവൻ ഓർക്കും, മനുഷ്യൻ. ഇനി 36-ാമത്തെ ആയത്ത് അതിനെ തുടർന്നുകൊണ്ട് വബുരിസത്തിൽ ജഹീമു ലിമൻ യറാ. ജഹീം നരകത്തിന്റെ പേരാ. കത്തിജ്വലിക്കുന്ന നരകം വെളിക്ക് കൊണ്ടുവരപ്പെടും. ബുരിസത്ത് എല്ലാവർക്കും കാണാവുന്ന വിധത്തിൽ, ഇമൻ യറ കാണുന്നവർക്ക് വേണ്ടി എല്ലാവർക്കും കാണുന്ന നിലയ്ക്ക് ജഹന്നമിനെ വെളിക്ക് കൊണ്ടുവരപ്പെടും. ബുരിസത്തിൽ ജഹീമു ലിമൻ യറ. ഉദ്ഹിറത്ത് ജഹന്നം, ജഹന്നമിനെ വെളിവാക്കപ്പെടും. ജിന്നാദിരീന കാണുന്നവർക്ക് വേണ്ടി. ഫറആഹന്നാസു, അപ്പോൾ ജനങ്ങളത് കാണും. റിയാനൻ, പരസ്യമായിട്ട് കാണാൻ കഴിയും. കണ്ണുകൊണ്ട് കാണും ജഹന്നമിനെ. ഓ ബഅദ ദിക്രിൽ അഹ്വാലി. അപ്പൊ ഇതെല്ലാം ഭീകരമായ സംഭവങ്ങളാണ്. ഈ ഭീകരമായ സംഭവങ്ങൾ പറഞ്ഞതിന് ശേഷം ജനങ്ങൾ 2 വിഭാഗമായി തരംതിരിക്കും. ഒന്ന് ഷഖിയ്, ഒന്ന് സഈദ്. അഷ്ഖിയാവും സ്വായിദാവും. അഷ്ഖിയ എന്ന് പറഞ്ഞാൽ പരാജിതരായ, എല്ലാം നഷ്ടപ്പെട്ട ആളുകൾ, കുറ്റവാളികൾ. സ്വായിദാവ് എന്ന് പറഞ്ഞാൽ അവര് മുത്തഖീങ്ങളാണ്, എല്ലാ കാര്യങ്ങളിലും വിജയിച്ച് അള്ളാഹുവിൻ്റെ സ്വർഗം കരസ്ഥമാക്കാൻ പോകുന്നവരാണ്. ഇങ്ങനെ 2 വിഭാഗമായിട്ട് തരംതിരിക്കപ്പെടും. അവിടെ വെച്ചുകൊണ്ട് അള്ളാഹു പറയാണ്, പിന്നെ ഇങ്ങനെ 2 വിഭാഗത്തെ സംബന്ധിച്ച് 37-ാമത്തെ ആയത്തിൽ. 36-ാമത്തെ ആയത്ത് ബുരിസത്തിൽ ജഹീമു ലിമൻ യറ, കാണുന്നവർക്ക് വേണ്ടി കത്തിജ്വലിക്കുന്ന നരകത്തെ വെളിക്ക് കൊണ്ടുവരപ്പെടുമെന്നാണ് 36-ൽ നമ്മൾ പറഞ്ഞത്. 37 ഫഅമ്മാമൻ തഗാ, ഫഅമ്മാമൻ തഗാ, അതിര് വിട്ട് പ്രവർത്തിച്ചവരല്ല ആളുകൾ ആരാണോ അവര്. തഗ എന്ന് പറഞ്ഞാൽ ജാവസൽ ഹദ്ദ ഫിൽ കുഫ്രി, അവിശ്വാസിയായിട്ട് ജീവിച്ച് അവിശ്വാസത്തിൽ എല്ലാ തെറ്റുകുറ്റങ്ങളും, അള്ളാഹുവിനെയും റസൂലിനെയും ധിക്കരിച്ച് തെറ്റുകുറ്റങ്ങൾ. ഈ തെറ്റുകുറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ വെറും കള്ളു കുടിക്കലോ അല്ലെങ്കിൽ വ്യഭിചരിക്കലോ അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമല്ല തെറ്റുകുറ്റം. ഈ ഇപ്പോൾ നടക്കുന്ന സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിപ്പിക്കപ്പെടുന്ന തെറ്റുകുറ്റം എന്താണെന്ന് വെച്ചാൽ
അതെല്ലാവർക്കും അറിയാലോ. ഇസ്ലാമിനെ പരിഹസിച്ചുകൊണ്ട് മുസ്ലിം എന്ന നാമധാരികളായി ഇസ്ലാമിനെ പരിഹസിച്ചുകൊണ്ട് പ്രസംഗിക്കുകയും പറയുകയും ചെയ്യുന്ന ആളുകൾ ഇവരെക്കാൾ വലിയ തെറ്റ് ചെയ്യുന്നവരാരാണ്? അള്ളാഹുവിനെ സംബന്ധിച്ചും റസൂലിനെ സംബന്ധിച്ചും എന്തെല്ലാം ധിക്കാരമാണ് മക്ക മുശ്രിക്കുകൾ പറഞ്ഞിരുന്നതിനേക്കാൾ അല്ലെങ്കിൽ അവർ ചെയ്തിരുന്നതിനേക്കാൾ മോശമായ വാക്കുകളും പ്രവൃത്തികളുമാണ് ഇവരിൽ നിന്ന് കേൾക്കാൻ സാധിക്കുന്നത്. ഇവര് അറിവുള്ളവരാവാം, അല്ലാത്തവരാവാം, നല്ല വാചാലതയുള്ളവരാവാം, പ്രസംഗിക്കാനുള്ള കഴിവ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇത്തരം ആളുകള് ജനത്തിന്റെ മുന്നിൽ വന്നുകൊണ്ട് ഇസ്ലാമിനെ സംബന്ധിച്ചും പരിഹസിച്ചും റസൂലിനെയും ഇസ്ലാമിന്റെ സംഹിതയായ ഖുർആനിനെയും ധിക്കരിച്ചിട്ടും ആക്ഷേപിച്ചിട്ടും ഇവർ സംസാരിക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ എത്രയോ വലിയ തെറ്റുകളാണ് അവർ ചെയ്യുന്നത്. അത് പറഞ്ഞറിയിക്കാൻ സാധ്യമല്ല. ഇങ്ങനെ തെറ്റ് ചെയ്യുന്നവർക്കും അള്ളാഹു ഇരട്ടി ശിക്ഷ കൊടുക്കുക, യാതൊരു സംശയമില്ല. കാരണം ഇവരുടെ ചിന്താഗതി അനുസരിച്ചാണ് പറയണം. യുക്തിവാദം. ഇവരുടെ ചിന്താഗതിക്ക് എത്ര ആള് സപ്പോർട്ട് ഉണ്ട്, അതിനനുസരിച്ചുള്ള കുറച്ച് ആളുകളുടെ സപ്പോർട്ട് ഉണ്ടാവും. അവര് വേണ്ടുന്ന സപ്പോർട്ടൊക്കെ ചെയ്തിട്ട് ഇവരെ പ്രോത്സാഹിപ്പിക്കും. അങ്ങനെ ഒരു ചില ആളുകളെ കണ്ടിട്ടുണ്ട്. അവർ ആദ്യത്തിൽ പ്രസംഗിക്കുമ്പോൾ അത്ര ആളുകളൊന്നും ഇല്ലായിരുന്നു. പിന്നെ അവരുടെ ശൈലി മാറ്റി. ഇസ്ലാമിനെ ആക്ഷേപിക്കുന്ന ശൈലിയായി, ഖുർആനെ ആക്ഷേപിക്കുന്ന ശൈലിയായി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആക്ഷേപിക്കുന്ന ശൈലിയായി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കല്യാണം കഴിച്ചതിനെ ആക്ഷേപിക്കുന്ന ശൈലിയായി. ഇങ്ങനെയുള്ള ശൈലികൾ മാറിയപ്പോൾ കേൾക്കാൻ എത്ര ആളുകളെ കണ്ടത്. അത് ഈ കൺവെൻഷൻ സെന്ററുകൾ കവിഞ്ഞൊഴുകി. എന്തിന്റെ പേരിലാണ് അത് വന്നത്? ഇസ്ലാമിനെ പറ്റി തെറ്റായ നിലയ്ക്ക് പറയുന്നത് കേൾക്കുവാൻ ആളുണ്ടാവും, അതിന് പ്രോത്സാഹനം കൊടുക്കാൻ ആളുണ്ടാവും. പക്ഷെ എന്തെങ്കിലും ഒരു നിലക്ക് ഇതിന് ഈ പുനർജന്മത്തെ നിഷേധിച്ച് തള്ളിയ ആളുകളെ പോലെ അതിലും വലിയ കഷ്ടമായിട്ടാണ് ഇവരുടെ കാര്യങ്ങളൊക്കെ. തൗബ ചെയ്ത് മടങ്ങിയില്ലെങ്കിൽ കാര്യങ്ങളൊക്കെ വളരെ പോക്കാണ്. അതാ പറഞ്ഞ ഫമ്മാമൻ തറാ, അതിരുവിട്ട് പ്രവർത്തിച്ചവര്. അതിരുവിട്ട് പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ ഇത്തരം എല്ലാ കാര്യങ്ങളും പെട്ടു. അതിനുവേണ്ടി ഞാൻ പറഞ്ഞതാണ്. വെറും കള്ളുകുടിക്കലും വ്യഭിചരിക്കലും അല്ലെങ്കിൽ തെറ്റുകൾ ചെയ്യലും അല്ല. വൻ പാപങ്ങളിൽ പെട്ട 7 കാര്യങ്ങളെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണി പറഞ്ഞിട്ടുണ്ട്. ഇജ്തനിബു സബഅൽ മൂബിഖാത്ത്. ഖാലൂ മാ ഹുന്ന യാ റസൂലല്ലാഹ്. സബഅൽ മൂബിഖാത്ത് എന്ന് പറയുന്ന 7 വൻ പാപങ്ങളെ നിങ്ങൾ വിട്ടൊഴിവാവണം എന്ന് റസൂൽ പറഞ്ഞപ്പോൾ സഹാബത്ത് ചോദിച്ചു, 7 പാപങ്ങൾ ഏതൊക്കെയാണ്? അങ്ങനെ റസൂൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇത് ഇൻഷാ അല്ലാഹ് വേറൊരു വീഡിയോയിലായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരും. അപ്പോ ആ പാപങ്ങൾ പോലും തൗബയില്ലാതെ അള്ളാഹു പൊറുക്കില്ല. പിന്നെ ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് പറയേണ്ടതില്ലല്ലോ. അതുകൊണ്ട് തൗബ ചെയ്ത് ശുദ്ധമായ ഹൃദയവും മനസ്സുമായിട്ട് രംഗത്ത് വന്ന് ഇസ്ലാമിന് വേണ്ടി പ്രവർത്തിക്കുവാൻ ഞാൻ അവരോട് താഴ്മയോടെ അഭ്യർത്ഥിക്കുകയാണ്. വാസറൽ ഹയാത്ത ദുനിയാ പമ്മാമൻ തവാ. അവിശ്വാസത്തിലും അള്ളാഹുമായിട്ടുള്ള ധിക്കാരത്തിലും അതിരുവിട്ട് കിടന്ന ആളുകൾ വാസറൽ ഹയാത്ത ദുനിയ, ഐഹിക ജീവിതത്തെ അവര് തിരഞ്ഞെടുക്കുകയും ചെയ്തു. വാസറ, അവൻ തിരഞ്ഞെടുത്തു, അതല്ലെങ്കിൽ അവൻ ശ്രേഷ്ഠത കൽപ്പിച്ചു. അൽ ഹയാത്ത ദുനിയ അൽ ഹയാത്തൽ ഫാനിയ. ഐഹിക ജീവിതം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അവസാനിക്കുന്നതാണല്ലോ. അങ്ങനെ പെട്ടെന്ന് അവസാനിച്ചു പോകുന്ന ഈ ഐഹിക ജീവിതത്തെ തിരഞ്ഞെടുക്കുകയും ചെയ്തു. അപ്പൊ ഐഹിക ജീവിതത്തിൽ എന്തൊക്കെ വേണം അതൊക്കെ അനുസരിച്ച് ജീവിച്ചു.
അലൽ ആഖിറത്തിൽ ബാക്കിയ എന്നുമെന്നും നിലനിൽക്കുന്ന പരലോക ജീവിതത്തേക്കാൾ പെട്ടെന്ന് നശിച്ചു പോകുന്ന ഐഹിക ജീവിതത്തെ തെരഞ്ഞെടുത്തുകൊണ്ട് വൻഹമക ഫി ഷഹവാത്തിൽ ഹയാത്ത് അൽ മുഹറമ, മോശമായ നിരോധിക്കപ്പെട്ട കാര്യങ്ങളിൽ അവൻ മുഴുകി ജീവിക്കുക. വലം യസ്തഇദ്ദ ആഖിറത്തിഹി, അവൻ തയ്യാറായില്ല അവന്റെ പരലോകത്തിന് വേണ്ടി ബിൽ അമലി സ്വാലിഹ്, സൽക്കർമ്മങ്ങൾ ചെയ്തിട്ട് അവൻ തയ്യാറെടുത്തിട്ടില്ല. ഇങ്ങനെയുള്ള ആളുകൾ ആസറുൽ ഹയാത്ത് ദുനിയ എന്ന് പറഞ്ഞാൽ ഐഹിക ജീവിതം തെരഞ്ഞെടുത്തു. ഐഹിക ജീവിതത്തിൽ എന്തൊക്കെ വേണോ അതെല്ലാം അവന്റെ മുന്നിലുണ്ട്, അതിനെ തെരഞ്ഞെടുത്തു. അവൻ ആഖിറത്തിനെ പറ്റി ഒന്നും ചെയ്തില്ല. അങ്ങനെയുള്ള ആളുകൾ ഇന്നൽ ജഹീമ, കത്തിജ്വലിക്കുന്ന നരകം, തീർച്ചയായും ഹിയൽ മഅ്വ, അതാണ് അവന്റെ വീട്. ആ വീടാണ് അവൻ ആഖിറത്തിൽ വെച്ച് കിട്ടുക. പിന്നൽ ജഹീമ ഹിയൽ മഅ്വ, കത്തിജ്വലിക്കുന്ന നരകം ഹിയൽ മഅ്വ, അതായിരിക്കും അവന്റെ വാസസ്ഥലം. അതിൽ യാതൊരു സംശയവുമില്ല. അപ്പോ ഫഅമ്മാമൻ തഗ വആസറൽ ഹയാത്ത ദുനിയ ഫഇന്നൽ ജഹീമ ഹിയൽ മഅ്വ. കുഫർ, അവിശ്വാസത്തിലായിട്ട് അതിരുവിട്ട് ഐഹിക ജീവിതത്തെ, ഈ നഷ്ടപ്പെട്ടു പോകുന്ന, പെട്ടെന്ന് നശിച്ചു പോകുന്ന ഐഹിക ജീവിതത്തെ തെരഞ്ഞെടുക്കുകയും ചെയ്ത് അങ്ങനെ അവന്റെ ഇച്ഛകൾക്കനുസരിച്ച് ജീവിച്ച് മുന്നോട്ട് പോയ മനുഷ്യർ ആരാണോ അവര് ആഖിറത്തിന് വേണ്ടി ഒന്നും ചെയ്തു വെച്ചില്ല. അങ്ങനെയുള്ളവർ ഫൈനൽ ജഹീമ ഹിയൽ മഅ്വ, കത്തിജ്വലിക്കുന്ന നരകം അവരുടെ വീടായിരിക്കും, അവരുടെ വാസസ്ഥലമായിരിക്കും ആഖിറത്തിൽ ചെന്നാൽ. ഫഇന്ന ജഹന്നമൽ മുതഅജ്ജിജ ഹിയ മൻസിലുഹു വമഅ്വാ, കത്തിജ്വലിക്കുന്ന നരകം അവന്റെ വീടായിരിക്കും. വലാ മൻസില ലഹു സിവ, ഇതല്ലാതെ മറ്റൊരു വീട് അവന് ഉണ്ടാവില്ല. 41-ാമത്തെ ആയത്ത് ഫഅമ്മാമൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവാ ഫഇന്നൽ ജന്നത ഹിയൽ മഅ്വാ. ഫഅമ്മാമൻ, അപ്പോൾ ചിലർ, ഖാഫ, അവൻ ഭയപ്പെട്ടിട്ടുണ്ട്, മഖാമ റബ്ബിഹി, അവന്റെ രക്ഷിതാവിന്റെ സ്ഥാനത്തെ അവൻ ഭയപ്പെട്ടിട്ടുണ്ട്. അള്ളാഹുവിന്റെ മുന്നിൽ ഞാൻ നിൽക്കേണ്ടി വരും എന്ന് അവൻ ഭയപ്പെട്ട് ജീവിക്കുന്ന ആളാ. അങ്ങനെ ജീവിച്ചു പോയ ആളാണ് ഇവിടെ ദുനിയാവിൽ വെച്ചിട്ട്. വനഹൻ നഫ്സ, അവന്റെ മനസ്സിനെ അവൻ തടഞ്ഞു നിർത്തുകയും ചെയ്തിട്ടുണ്ട്. അനിൽ ഹവ, ഇച്ഛകളെ സംബന്ധിച്ച്, ശരീര ഇച്ഛകളെ സംബന്ധിച്ച്. അവന്റെ ശരീര ഇച്ഛകളെ സംബന്ധിച്ച് അത് അവന്റെ മുന്നിൽ വരുമ്പോൾ അതിനവന് തടയിടുകയാണ്. ഞാനിതിൽ പെട്ടുപോയാൽ അള്ളാഹു എന്നെ ശിക്ഷിക്കും എന്ന് കണക്കിലെടുത്തുകൊണ്ട് അവനതിന് തടയിട്ടു. പിന്നെ അള്ളാഹുവിന്റെ മുന്നിൽ ഞാൻ നിൽക്കേണ്ടവനല്ലേ എന്നുള്ള ചിന്തയും, ഇത് രണ്ടും കൂടി അവൻ ഭയപ്പെട്ട് ജീവിച്ച ആളുകള് ആരാണോ അവരുടെ സ്ഥിതി. ഇതിന്റെ തഫ്സീറില് അമ്മാമൻ ഖാഫ അലമത റബ്ബിഹി വജലാലിഹി, അള്ളാഹുവിന്റെ മഹത്വം അതിനെ അവൻ പേടിച്ചിട്ട് ജീവിക്കുന്നത്. വഖാഫ മഖാമഹു ബൈന യദൈ റബ്ബിഹി, അള്ളാഹുവിന്റെ മുന്നില് അവൻ നിൽക്കേണ്ടി വരുമെന്നുള്ള ഭയവും അവനെ തടയുന്നുണ്ട്. എന്തിനെ തൊട്ട്? വനഹൻ നഫ്സ അനിൽ ഹവാ. ഇങ്ങനെ അവന്റെ മനസ്സിനെ അവൻ തടഞ്ഞു നിർത്തുകയും ചെയ്യുക ശരീര ഇച്ഛയിൽ നിന്ന്. അങ്ങനെയുള്ള ആളുകളെ ഫൈനൽ ജന്നത ഹിയൽ മഅ്വ, സ്വർഗം അവരുടെ വാസസ്ഥലമായിരിക്കും. തീർച്ചയായും ഫൈനൽ ജന്നത, തീർച്ചയായും സ്വർഗം ഹിയൽ മഅ്വ, അവരുടെ വാസസ്ഥലമായിരിക്കും. ഫഇന്ന മൻസിലഹു വമസീറഹു ഹിയൽ ജന്ന ഫഹിയൽ ജന്ന, അവന്റെ വീടും അവന്റെ വാസസ്ഥലവും അവൻ അവസാനം ചെന്ന് ചേരുന്ന സ്ഥലവും അത് സ്വർഗമായിരിക്കും. ദാറുൻ നഈമാണ്, അനുഗ്രഹത്തിന്റെ വീടാണ്. ആ അനുഗ്രഹത്തിന്റെ വീടായ സ്വർഗമായിരിക്കും അവന്റെ. ലൈസ ലഹു മൻസിലുൻ സിവാ, അവന് മറ്റൊരു വീടില്ല ഇതല്ലാതെ.
എന്നുമെന്നും എല്ലാ കാലത്തും അതിലാണ് അവന്റെ ജീവിതം. അല്ലാഹു നമ്മളെ സ്വർഗാവകാശികളാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. 41 42 ആയത്തിൽ അല്ലാഹു ചോദിക്കുന്നു, യസ്അലൂനക പറയുന്നു, യസ്അലൂനക അനിസ്സാഅത്തി അയ്യാന മുർസാഹാ. ഈ മുശ്രിക്കീങ്ങള് പരിഹാസപൂർവം ചോദിക്കും, എന്നാ ഖിയാമത്ത് നാള്, എപ്പോഴാ അതുണ്ടാവുക എന്നൊക്കെ. അവര് ഇതിൽ വിശ്വസിച്ചിട്ടുള്ള ചോദ്യം എന്നല്ല, ഇവര് കളിയാക്കി ചോദിക്കുക, പരിഹസിച്ചുകൊണ്ട് ചോദിക്കുക. യസ്അലൂന അവര് ചോദിക്കുമാര് മക്ക മുശ്രിക്കീങ്ങൾ നിന്നോട് റസൂലിനോട് പറയാ, യാ മുഹമ്മദ്, അല്ലയോ പ്രവാചകരെ, നിങ്ങളോട് അവർ ചോദിക്കും. ആര്? ഹൗലായിൽ മുശ്രിക്കീങ്ങൾ ചോദിക്കും. അനിൽ ഖിയാമത്ത്, ഖിയാമത്ത് നാളിനെ സംബന്ധിച്ച്. ഖിയാമത്ത് നാളിനെ സംബന്ധിച്ച് ചോദിക്കുന്നത് മത്താ ഉഖൂഉഹ, എപ്പോഴാണ് അതുണ്ടാവുക, ഖിയാമുഹ അതുണ്ടാവുക എപ്പോഴാണ് എന്ന് ചോദിക്കുക. ആ ഉണ്ടാവുന്ന സമയമാണ് അവർ ചോദിക്കുന്നത്. ഇതിന് വ്യാഖ്യാതാക്കൾ പറയുന്നത് കാനൽ മുശ്രിക്കൂന യസ്മഊന അംബാൽ ഖിയാമ, ഖിയാമത്ത് സംബന്ധിച്ചുള്ള വാർത്തകളും സംസാരങ്ങളും അവർ കേൾക്കാറുണ്ട്. ആര്? മുശ്രിക്കീങ്ങൾ കേൾക്കാറുണ്ട്. ആയത്തിറങ്ങുമ്പോൾ ആയത്ത് പരസ്യമായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ ഓതിക്കേൽപ്പിക്കും. അങ്ങനെ ഖിയാമത്ത് എന്ന് പറയുന്നത് ഉണ്ടാകും എന്നുള്ള നിസ്സംശയം അവരെ അറിയിക്കും. അതിൻ്റെ വിശേഷണങ്ങളൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കും. അത് വലിയ ഭീകരമായ സംഭവങ്ങളും അവരുടെ മുന്നിൽ അവതരിപ്പിക്കും. അപ്പം അവർ ചോദിക്കുകയാണ് എന്നതുണ്ടാവുക എന്നത്. കാനൽ മുശ്രിക്കൂന യസ്മഊന അംബാൽ ഖിയാമ, ഖിയാമത്ത് നാളിന്റെ വാർത്തകൾ അവർ കേൾക്കും റസൂലിൽ നിന്ന്. വസ്ഫുഹാ ബിൽ ഔസാഫിൽ ആയിൽ, അതിന്റെ വിശേഷണങ്ങൾ, ഭീകരമായ വിശേഷണങ്ങൾ അടങ്ങിയ ആ സംഭവങ്ങളെ സംബന്ധിച്ച് റസൂൽ പറയുന്നത് കേൾക്കും. അതായത് താമത്ത്, സാഹത്ത്, കാര്യത്ത് പോലെയുള്ള പേരുകൾ നമ്മൾ പറഞ്ഞല്ലോ. ഭീകരമായ സംഭവങ്ങളെ പ്രതിദാനം ചെയ്യുന്ന വാക്കുകളാണ് താമത്ത് എന്ന് പറയുന്നത്. അൽക്കാരിയത്തും അൽക്കാരിയ എന്ന് പറയുന്ന ആ കാര്യത്ത് എന്ന് പറയുന്നത്, സാഹത്ത്, ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ. അപ്പോ യഖൂലൂന സബീലിൽ ഇസ്തിഹ്സാഇ, പരിഹാസപൂർവം അവർ ചോദിക്കുകയാണ്, മത്താ യൂജദ്, എപ്പോഴാണ് അള്ളാഹു ഇത് ഉണ്ടാക്കുക, ഇത് നിലവിലുള്ളത് എന്നാണ്. മത്താ തഹ്ദുസു വതഖഅ, എപ്പോഴാണ് ഇത് ഉണ്ടാവുക എന്ന്. അപ്പോഴാണ് ഈ ആയത്തിറങ്ങിയത്. എന്ത്? ഫീമാ അന്ത മിൻ ദിക്റാഹാ എന്നുള്ള ആയത്തിറങ്ങിയത്. ഫീമാ അന്ത, നീ ഏതൊരു അവസ്ഥയിലാണ്, നീ ദിക്റാഹ അതിനെ സംബന്ധിച്ച് പറയുവാൻ, നിനക്ക് അതിനെ സംബന്ധിച്ച് പറയുവാൻ വ്യക്തമായ ഒരു നിലപാട് അല്ലാഹു നിനക്ക് അറിയിച്ചു തന്നിട്ടില്ല എന്ന് റസൂലിനോട് അല്ലാഹു പറയാം. ഇന്ന ദിവസം ഉണ്ടാകും എന്ന് പറയാൻ അല്ലാഹു അത് അറിയിച്ചു തന്നിട്ടില്ല. അതുകൊണ്ടാണ് പറഞ്ഞ ഫീമ അന്ത, എന്തൊരു അവസ്ഥയിലാണ് നീ, നീ മിൻ ദിക്റാഹ അതിനെ സംബന്ധിച്ച് പ്രസ്താവിക്കാൻ, അതിനെ സംബന്ധിച്ച് പറയുവാൻ എന്തൊരവസ്ഥയിലാണ് നീ ഉള്ളത്. കാരണം നിനക്ക് പറയാൻ കഴിയില്ല, നിനക്ക് അതിനുള്ള ഇൽമ അല്ലാഹു അറിയിച്ചു തന്നിട്ടില്ല. അതിന്റെ തഫ്സീൽ പറയുന്നത് ലൈസ ഇൽമുഹാ ഇലൈക, അതിനെപ്പറ്റിയുള്ള അറിവ് നിനക്കില്ല. ഹത്താ തദ്കുറ ലഹും, അത് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി അതിനെപ്പറ്റിയുള്ള അറിവ് നിനക്ക് തന്നിട്ടില്ല. കാരണം അള്ളാഹുവിന് മാത്രം അറിയുന്ന ഗൈബിൽപ്പെട്ടതാണത്. ഇന്നല്ലാഹ ഇൻദഹു ഇൽമു സ്സാഅത്തി വയുനസ്സിലുൽ ഗൈസ വയഅലമു മാ ഫിൽ അർഹാം, ഇങ്ങനെ കുറഞ്ഞ ഒരു മഫാത്തിഹുൽ ഗൈബ് എന്ന് പറഞ്ഞിട്ട് 4-5 ഗൈബുകളുണ്ട്. അത് അള്ളാഹുവിനെ മാത്രമേ അറിയൂ. അതിൽ ആദ്യത്തേത് ഇൽമു സ്സാഅത്തി, ഇന്നല്ലാഹ ഇൻദഹു ഇൽമു സ്സാഅത്തി, ആയത്തിന്റെ ആദ്യം അതാണ്, ഇന്നല്ലാഹ ഇൻദഹു ഇൽമു സ്സാഅത്തി. അപ്പോ സാഴത്ത് ഖിയാമത്ത് നാളിനെ പറ്റിയുള്ള അറിവ് അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ, വേറെ ആർക്കും അറിയിച്ചു കൊടുത്തിട്ടില്ല എന്നർത്ഥം. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് ലൈസ ഇൽമുഹാ ഇലൈക ഹത്താ തദ്കുറഹാ ലഹും, അവരോട് ഖിയാമത്ത് നാള് ഇന്ന സമയത്താണെന്ന് പറയാൻ
അതിനെ സംബന്ധിച്ച ഉള്ള അറിവ് നിങ്ങൾക്ക് തന്നിട്ടില്ല പ്രവാചകരെ എന്ന് അള്ളാഹു റസൂലിനോട് പറയാം. കാരണം അത് അള്ളാഹു മാത്രം അവകാശപ്പെടുന്ന ഒരു ഗൈബായ ഇൽമാണത്. അതുകൊണ്ട് അവരെന്തിനാ ഇതിങ്ങനെ മടക്കി ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്? അത് ചോദിക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. പിന്നെ അപ്പൊ ഇലാ റബ്ബിക മുൻതഹാഹ, ഇത് ചെന്ന് അവസാനിക്കുന്നത് നിന്റെ നാഥനായ അള്ളാഹുവിലേക്കാണ്. ഇത് അവസാനം ഖിയാമത്ത് നാൾ വരെ എപ്പോഴാണെന്ന് അള്ളാഹുവിന് അറിയാം. അതനുസരിച്ച് വരും. അപ്പോൾ അതിൻ്റെ എല്ലാവിധ അറിവുകളും എല്ലാവിധ സംഭവങ്ങളും അള്ളാഹുവിന് മാത്രമല്ലേ അറിയുള്ളൂ. സംഭവങ്ങൾ, അതിൻ്റെ അഹ്വാൽ എന്ന് പറഞ്ഞാൽ ഭീകര സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ഉറപ്പിക്കാം നമുക്ക്. അതാ ഖിയാമത്ത് നാളായി എന്നുള്ളത്. സൂറിൽ ഊതപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പിക്കാം. എല്ലാ ചരാചരങ്ങളും എല്ലാ ജീവജാലങ്ങളും മരിച്ചു വീഴുന്നത് കണ്ടാൽ നമുക്ക് ഉറപ്പിക്കാം ആരാണ് കാണാനുണ്ടാവുക. എല്ലാവരും ഈ കാണാനുള്ളവനും മരിച്ചു പോകല്ലേ. അള്ളാഹു അല്ലാത്ത എല്ലാം മരിച്ചു പോവുക. അപ്പോ വജഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം, അള്ളാഹു മാത്രം അവശേഷിക്കും. കുല്ലു ഷൈഇൻ ഹാലിക്കുൻ ഇല്ലാ വജഹു, അള്ളാഹു അല്ലാത്ത എല്ലാം നശിക്കും, അള്ളാഹു മാത്രം അവശേഷിക്കും. ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ അപ്പോൾ മാത്രമാണ് ഖിയാമത്ത് നാളിനെ പറ്റി അറിയുള്ളൂ. അള്ളാഹു അല്ലാത്ത സർവ്വതും നശിക്കും. ആ നശിച്ചവരെ വീണ്ടും ഹയാത്താക്കും. അപ്പോൾ ഖിയാമത്ത് നാള് രണ്ടാം ഘട്ടമായി, ഖിയാമത്ത് നാളിന്റെ പുനർജന്മം നൽകുന്ന ദിവസമായി. അപ്പൊ അങ്ങക്ക് ഇത് അറിയാൻ പറ്റുള്ളൂ, അല്ലാതെ ഒരാൾക്കും അറിയില്ല എന്നാണ് ഖിയാമത്ത് നാൾ. അതിന്റെ ആദ്യ അവസാനം അള്ളാഹ്ക്ക് മാത്രമേ അറിയൂ. ക്ലിപ്തമായിട്ട് അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ ഖിയാമത്ത് നാളെ എന്നാണെന്ന്. അതുകൊണ്ടാണ് ഈ 5 ഗൈബുകളെ പറഞ്ഞ കൂട്ടത്തിൽ അള്ളാഹു ആദ്യം തന്നെ പറഞ്ഞത് ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ്സാഅ വയുനസ്സിലുൽ ഗൈസ. മഴ പെയ്യ എപ്പോഴാണെന്ന് അള്ളാഹു അല്ലാതെ വേറെ ആൾക്കും പറയാൻ കഴിയില്ല. കാലാവസ്ഥ പ്രവചനം പ്രവചിക്കുമ്പോൾ മഴ പെയ്യുമെന്ന് ഉറപ്പൊന്നുമില്ല. അത് പ്രവചനങ്ങളെല്ലാം സംശയാസ്പദമായിട്ടാണ് വരുന്നത്. അതിൽ ഉറപ്പൊന്നുമില്ല. അപ്പൊ അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്, 5 അതിന്റെ സ്ഥാനത്ത് ഇൻഷാ അല്ലാഹ് അത് പറയാം. അപ്പൊ ഇന്നമാ അന്ത മുൻദിറുമൻ യഖ്ഷാഹ, ഇന്നമാ അന്ത തീർച്ചയായും നീ മുൻദിറുമൻ യഖ്ഷാഹ, ഖിയാമത്ത് നാളിനെ ഭയപ്പെടുന്നവരെ ഇൻദാർ ചെയ്യാനുള്ള ആളാണ്. ഖിയാമത്ത് നാളിനെ ഭയപ്പെടുന്ന ആളുകളുണ്ട്, അവരെ ഇൻദാർ ചെയ്യുക, അവരെ താക്കീത് ചെയ്യുക. ഖിയാമത്ത് നാളിനെ പറ്റി പേടിക്കുന്ന ആളുകൾക്ക് ഇൻദാർ ചെയ്യാൻ, മുന്നറിയിപ്പ് നൽകാനുള്ള ആളാണ് നീ എന്നാണ് റസൂലിനോട് പറഞ്ഞത്. ഖിയാമത്ത് നാള് ഇന്ന ദിവസം ഇത്രാം തീയതി ഉണ്ടാവും എന്നൊന്നും നിനക്ക് പറയാൻ കഴിയില്ല. അതിനുള്ള അറിവ് നിങ്ങൾക്ക് തന്നിട്ടില്ല എന്നാണ് അള്ളാഹു പറയുന്നത്. പിന്നെ എന്താണുള്ളത്? ഇന്നമാ അന്ത, തീർച്ചയായും നിങ്ങൾ മുൻദിറുമൻ യഖ്ഷാഹ, അതിനെ പേടിക്കുന്നവരെ ഇൻദാർ ചെയ്യാനുള്ള ആളാണ് എന്ന് പറഞ്ഞാൽ മാ വാജിബുക യാ മുഹമ്മദ്, പ്രവാചകരെ അങ്ങയില് നിർബന്ധമില്ല ഇല്ല ഇൻദാറുമൻ യഖാഫുൽ ഖിയാമ, ഖിയാമത്ത് നാളിനെ പേടിക്കുന്നവരെ ഇൻദാർ ചെയ്യലൊഴികെ മറ്റൊരു ഡ്യൂട്ടി നിങ്ങൾക്കില്ല. അവരെ ഇൻദാർ ചെയ്യുക, അവരെ താക്കീത് ചെയ്യുക. അതിന്റെ സമയം ഇന്ന സമയത്ത് ഖിയാമത്ത് നാളുണ്ടാവും, ഇത്രാം തീയതി ഉണ്ടാവും എന്നൊന്നും പറയലല്ല, എന്ന് അറിയിച്ചു കൊടുക്കലല്ല നിങ്ങളുടെ ഡ്യൂട്ടി എന്നാണ് അല്ലാഹ് പറയുന്നത്. വഹസ്സൽ ഇൻദാറു ബിമൻ യഖ്ഷ, ഇത് ഈ ഇൻദാർ, ഈ പേടിക്കുന്നവരെ ഇൻദാർ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അങ്ങനെ പറഞ്ഞെന്തേ? ബിമൻ യഖ്ഷ, അള്ളാഹിനെ പേടിക്കുന്നവര്, ഖിയാമത്ത് നാളിനെ പേടിക്കുന്നവർക്ക് താക്കീത് നൽകുക. കാരണം അത് അങ്ങനെ പറയില്ല. അന്നഹു ഹുവല്ലദീ യന്തഫിഉ ബിദാലിക്കൽ ഇൻദാരി, ഈ ഇൻദാർ ഫലപ്പെടലത് അങ്ങനെയുള്ള ആളുകൾക്കാ. ഈ നിരീശ്വരവാദികളും യുക്തിവാദികൾക്കുണ്ടാ ഈ ഇൻദാർ കൊണ്ട് ഫലം ഉണ്ടാവണം?
എന്തഫ്യോ ബിദാലിക്കൽ ഇന്താർ, ഈ ഇന്താർ, ഈ താക്കീത് കൊണ്ട് ഫലം ഉണ്ടാവുന്നത് ആർക്കാ? അള്ളാഹുവിനെ പേടിക്കുന്ന, ഖിയാമത്ത് നാളിനെ പേടിക്കുന്ന ആളുകൾക്ക്. അതാണ് ഇവിടെ ഇങ്ങനെ പറയാൻ കാരണം. അപ്പോൾ അവരിൽ പരിവർത്തനം വരും. ആരിൽ? ഈ ഖിയാമത്ത് നാളിനെ പേടിക്കുന്ന ആളുകൾക്ക് ഇന്താർ ചെയ്യുമ്പോൾ അവരിൽ പരിവർത്തനം വരും. യുക്തിവാദികൾക്കും നിരീശ്വരവാദികൾക്കും ആ പരിവർത്തനം വരില്ല ഒരിക്കലും. كأنهم يوم يرونها لم يلبثوا إلا عشية أو ضحاها. നാസിയാത്ത് സൂറത്തിന്റെ അവസാനത്തെ ആയത്തായത് കന്നഹും, തീർച്ചയായിട്ടും അവര് യൗമ യറൗനഹ, ഈ ഖിയാമത്ത് നാളിനെ കാണുന്ന ദിവസം, ലം യൽബസു, അവര് ചിന്തിക്കുകയാണ്, അവര് താമസിച്ചിട്ടില്ല ദുന്യാവില്, അവര് താമസിച്ചിട്ടില്ല, ഇല്ല അശിയത്തൻ, ഒരു സായാഹ്നം മാത്രമേ അവര് ജീവിച്ചിട്ടുള്ളൂ. അവരിപ്പോ ലോകം ഉണ്ടായിട്ട് ആ ലോകം അവസാനിക്കുന്ന വരെയുള്ള സമയത്തെ പറ്റി പറയുന്നത്. അത് എത്ര സമയം അവർ ദുന്യാവില് താമസിച്ചത്? ഒരു സായാഹനം, ഒരു വൈകുന്നേരം മാത്രം. ഔ ലുഹാഹ, അല്ലെങ്കിൽ അത് അതിൻ്റെ ഒരു പൂർവാഹനം. സായാഹനവും പൂർവാഹനം എന്ന് പറഞ്ഞാൽ പിന്നെ രാവിലെ സമയം, ആ സമയം മാത്രമേ അവർ ജീവിച്ചുള്ളൂ. ഒന്നുകിൽ രാവിലെ ഒരു 12 മണി വരെ, ഉച്ച വരെയുള്ള സമയം, അല്ലെങ്കിൽ ഉച്ച ശേഷമുള്ള സമയം. ഇങ്ങനെ ഒരു ദിവസം പൂർണ്ണമായിട്ടും കൂടി അവരെണ്ണുന്നില്ല. അവര് ദുന്യാവിൽ ജീവിച്ചത് അത്രയേ ഉള്ളൂ എന്നാണ് അവർ കണക്ക് കൂട്ടുന്നത്. അപ്പോൾ ഇത് ഈ കുഫാറുകളുടെ സ്ഥിതിയാണ്, അവിശ്വാസികളുടെ സ്ഥിതിയാണ്, നിരീശ്വരവാദികളുടെ സ്ഥിതിയാണ്, യുക്തിവാദികളുടെ സ്ഥിതിയാണ്, അള്ളാഹുവിനെ ധിക്കരിച്ച് സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരുടെ സ്ഥിതിയാണ്. അല്ലാതെ മുത്തഖീങ്ങളുടെ സ്ഥിതി അല്ല ഈ പറഞ്ഞത്. കന്നഹൗലായിൽ കുഫാർ, ആ അവിശ്വാസികളുടെ സ്ഥിതി, അവര് യൗമ യുഷാഹിദൂനൽ ഖിയാമ, ഖിയാമത്ത് നാളിനെ കാണാനിട വരുമ്പോൾ, വമാ ഫിഹാ മിനൽ അഹ്വാലി, അതിലുള്ള ഭീകര സംഭവങ്ങളെയും അവര് കാണാനിട വരുമ്പോൾ അവര് പറയാണ്, അവര് മനസ്സിലാക്കുകയാണ്, ലം യൽബസൂ ഫിദ്ദുന്യാ, ദുന്യാവിൽ ഞങ്ങൾ ജീവിച്ചിട്ടില്ല, ഇല്ലാ സാഅത്തൻ മിൻ നഹാരിൻ, പകലിന്റെ കുറഞ്ഞ സമയമല്ലാതെ ഞങ്ങൾ അവിടെ ജീവിച്ചിട്ടില്ല, ബിമിഖ്ദാരി അശിയ്യത്തിൻ ഔ ദുഹാഹ, പകലിന് 2 സമയമാണല്ലോ, പൂർവാഹനം, സായാഹനം. ആ 2 സമയത്തിൽ ഒന്നുകിൽ പൂർവാഹനം എന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് മുമ്പുള്ള സമയം, മറ്റേത് ഉച്ചരിഞ്ഞിട്ടുള്ള സമയം. ഇത് 2-1 അവര് അവിടെ കഴിച്ചു കൂട്ടിയത് എന്നവർ പറഞ്ഞു പോകും. അപ്പോൾ 46-ാമത്തെ ആയത്ത് ഇപ്പൊ കഴിഞ്ഞു. ഇതിൽ നിന്ന് ഇത് 171-ാമത്തെ വീഡിയോ ആണ് ഇത്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ഇൻഷാ അല്ലാഹ് ഇത് കഴിഞ്ഞു. ഇനി അടുത്ത നമ്മൾ അബസ സൂറത്തായി എടുക്കുക, അബസ ബത്തവല്ലാന്ന്. ഇൻഷാ അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മളുടെ ഈ പ്രവർത്തനം അല്ലാഹു ഇതൊരു ഖൈറായ പ്രവർത്തനമായിട്ട് നമ്മൾക്ക് അനുഭവപ്പെടാനും ഇൽമ നാഫിയാക്കാനും അല്ലാഹു സഹായിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് ഞാൻ വിനയപൂർവ്വം അപേക്ഷിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.